സോ ജാവയിൽ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ വാല്യൂ ഓഫിൽ ഒറ്റ വേർഡാണ്, അതിൽ വിയും ALUE സ്മാൾ ലെറ്റർ, എഫും സ്മാൾ ലെറ്റർ, O മാത്രം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അപ്പോൾ വാല്യൂ ഓഫ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ഡാറ്റ ടൈപ്പിനെയും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ആ കറസ്പോണ്ടിങ് ഡാറ്റ ടൈപ്പ് വാല്യൂസിനെ നമുക്ക് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇൻറ്റീജറിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ലോങ്ങിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ബൂളിയൻ, ക്യാരക്ടറിനെ, ഫ്ലോട്ട്, ഡബിൾ, ഒബ്ജക്റ്റ്, അറേ ഒക്കെ നമുക്ക്, ക്യാരക്ടർ അറേ ഒക്കെ നമുക്ക് സ്ട്രിങ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിലെ ഇൻറ്റേർണൽ ഇംപ്ലിമെൻറ്റേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് അത് നമുക്ക് ജസ്റ്റ് ഇൻറ്റേർണൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണെന്നൊന്നും നോക്കണ്ട, ജസ്റ്റ് ഒരു സ്ട്രിങ് ടൈപ്പാണ്, വാല്യൂ ഓഫ് പറഞ്ഞ മെത്തേഡാണ്, നമ്മൾ ഒബ്ജക്റ്റാണ്, കറസ്പോണ്ടിങ് ഒബ്ജക്റ്റാണ് പാസ് ചെയ്യുന്നത്. താഴെ എന്ത് റിട്ടേൺ ചെയ്തിട്ടുണ്ട്? ഒബ്ജക്റ്റിൻ്റെ വാല്യൂ നള്ളാണെങ്കിൽ നമ്മൾ ടേണറി ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്, നള്ളാണെന്നുണ്ടെങ്കിൽ ആണോ എന്ന് ചോദിക്കണം, അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ട്രൂ ആണെങ്കിൽ നള്ളായിരിക്കും പ്രിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രിങ് വാല്യൂ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ഇൻറ്റേർണലി ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാമാണ് മെയിൻ. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ അതിൻ്റെ സിൻടാക്സ്, എങ്ങനെ സിൻടാക്സ് എഴുതുക? പബ്ലിക് സ്റ്റാറ്റിക് സ്ട്രിങ് ടൈപ്പ് വാല്യൂ ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈപ്പ് ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്, അത് ഏതിൽ നിന്നാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത്. ഇപ്പോൾ ക്യാരക്ടർ ടു സ്ട്രിങ് ആണെങ്കിൽ വാല്യൂ ഓഫിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ആ ക്യാരക്ടർ വാല്യൂ പാസ് ചെയ്യുക. ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ വാല്യൂ, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് വാല്യൂ, അങ്ങനെ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയാപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ക്ലാസ്സിനകത്ത് മെയിൻ ഫംഗ്ഷനകത്ത് ഞാനൊരു ഇൻറ്റീജർ വേരിയബിൾ എക്ക് ഞാൻ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ A = 10, എയുടെ വാല്യൂ ഇവിടെ 10. ദെൻ ഞാനൊരു സ്ട്രിങ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് S1ലേക്ക് എന്താ അസൈൻ ചെയ്തിരിക്കുന്നത്? സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ അതിൽ S ക്യാപിറ്റലാണ്, സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണ്. അപ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് വാല്യൂ ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡ്. സോ സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് ആർഗ്യുമെൻ്റ് ആയിട്ട് A, ഇൻറ്റീജർ വാല്യൂ. സോ എന്ത് ചെയ്യുന്നു? ഇൻറ്റീജറിനെ ഇവിടെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 10 എന്ന് പറയുന്ന വാല്യൂ എന്തായി മാറും? അവിടെ സ്ട്രിങ് 10 ആയി മാറും. ഇൻറ്റീജർ 10 അല്ല, അവിടെ സ്ട്രിങ് ആണ് 10 ആയിട്ട് വരിക. അതായത് 10 എന്ന് പറയുന്നത് സ്ട്രിങ് ആയി മാറും. തൊട്ട് താഴെ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ്? S1 + 70. അപ്പോൾ S1 എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിങ് 10 ആയിട്ടുണ്ടാവും അല്ലേ? 10 + 70 എന്ത് വരും? പ്ലസ് എന്തിനാണ് യൂസ് ചെയ്യുന്ന സ്ട്രിങ്ങിൽ? കോൺകാറ്റിനേഷന് വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ 10ഉം 70ഉം ഒരുമിച്ച് വരും. ഓക്കെ, ഇനി ഞാനിവിടെ ഈ സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് എന്ന് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക ഔട്ട്പുട്ട്? സ്ട്രിങ് S1 = സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് 10A എന്ന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും? നമ്മൾ A + 70 എന്ന് പറയുമ്പോൾ എന്ത് വരും? 10 + 70 ദാറ്റ് ഈസ് 80 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ S1 എന്തായി മാറിയിട്ടുണ്ട്? ഇവിടെ സ്ട്രിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 10 + 70 എന്ന് പറയുമ്പോൾ 10ഉം 70ഉം കൂടി കോൺകാറ്റിനേറ്റ് ചെയ്ത് വരുന്നത്. സോ 101070 എന്ന് ഔട്ട്പുട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത് ക്യാരക്ടറിനെ സ്ട്രിങ് ആയി കൺവേർട്ട് ചെയ്യുക. സെയിം തന്നെ, ഞാൻ 2 ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, Aയും Bയും. C1 = A, C2 = B. ഇനി ഞാൻ അതിനെ കൺവേർട്ട് ചെയ്യേണ്ട സ്ട്രിങ്ങിലേക്ക്. സോ S1 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്ട്രിങ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് C1. നെക്സ്റ്റ് സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് C2. അപ്പോൾ C1നെയും C2നെയും എന്താക്കി മാറ്റി? C1 എന്ന് പറയുന്ന ക്യാരക്ടറിനെയും C2 എന്ന് പറയുന്ന ക്യാരക്ടറിനെയും സ്ട്രിങ് ആക്കാൻ വേണ്ടിയിട്ട് സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് C1, അതുപോലെ സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് C2. എവിടെ സ്റ്റോർ? S1ലും S2ലും സ്റ്റോർ ആയിട്ടുണ്ട്. ഇനി S1ഉം S2ഉം പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താവും? S1 എന്ന് പറയുന്നത് സ്ട്രിങ് ആയിട്ടുള്ള A ആവും, S2 എന്നുള്ളത് സ്ട്രിങ് ആയിട്ടുള്ള B ആവും. ഓക്കെ, സോ A, B എന്ന് ഔട്ട്പുട്ട് വരും. നമുക്ക് ഔട്ട്പുട്ട് കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവില്ല, പക്ഷേ ആ ക്യാരക്ടർ എന്തായി മാറിയിട്ടുണ്ടാവും? ഇവിടെ സ്ട്രിങ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി ഞാൻ മെയിൻ ഫംഗ്ഷനൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് കോഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബൂളിയനെ നമുക്ക് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ 2 ബൂളിയൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, B1, B2 ഓഫ് ഡാറ്റ ടൈപ്പ് ബൂളിയൻ. അതിന് ഞാൻ B1ന് ട്രൂ അസൈൻ ചെയ്തു, B2ന് ഫാൾസ് അസൈൻ ചെയ്തു. സോ B1 എന്ന് പറയുന്നത് ട്രൂ എന്ന് പറയുന്ന ഒരു ബൂളിയൻ വാല്യൂ, B2 എന്ന് പറയുന്നതിന് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫാൾസ് എന്ന് പറയുന്ന ബൂളിയൻ വാല്യൂ. ഇനി ഞാൻ ഈ ബൂളിയൻ വാല്യൂവിനെ സ്ട്രിങ് ആയി കൺവേർട്ട് ചെയ്യാണ്. എന്ത് ചെയ്യും? സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് B1, സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് B2. അപ്പോൾ ഈ ട്രൂ എന്ന് പറയുന്ന ബൂളിയൻ വാല്യൂ S1ലേക്ക് എന്തായിട്ടാണ് സ്റ്റോർ ആവുന്നത്? സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ആയിരിക്കുന്നത്. ഓക്കെ, S2ൽ സ്ട്രിങ് ഫാൾസ് ആയിട്ടായിരിക്കണം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് ട്രൂ ഫാൾസ്. പക്ഷേ ഇവിടുത്തെ ട്രൂ ഫാൾസ് എന്ന് പറയുന്നത് സ്ട്രിങ് ആയിരിക്കും.
ബാക്കിയെല്ലാം അതുപോലെ തന്നെ, ബാക്കി എല്ലാ ടൈപ്പും ഇതേപോലെ തന്നെ വരും. നമ്മൾ ഡബിൾ ആണെങ്കിലും ലോങ് ആണെങ്കിലും ഒക്കെ. ഞാൻ എല്ലാത്തിനും എക്സാമ്പിൾ എഴുതിയിട്ടില്ല. ഇനി ഒബ്ജക്റ്റിലാണ് കുറച്ചൊരു ചേഞ്ച് വരുന്നത്. ഒബ്ജക്റ്റിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ട് 2 സ്ട്രിങ് ആണ്. അതിലെനിക്ക് ഒറ്റ സ്ട്രിങ് ആയിട്ട് കിട്ടണം. കമ്പ്യൂട്ടർ സയൻസിന് ഒരുമിച്ച് കിട്ടണം. സോ ഞാൻ ഒരു സ്ട്രിങ് ഒബ്ജക്റ്റ് അസൈൻ ചെയ്തു കമ്പ്യൂട്ടർ. സെക്കൻഡിൽ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കൂടെ സയൻസ് കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടണം. സോ ഞാൻ ചെയ്തിരിക്കുന്നത് str.concat of science എന്ന് കൊടുത്തു. നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടർ സയൻസ് എന്ന് ഒറ്റ വേർഡായിട്ട് കിട്ടണം, കമ്പൈൻ ചെയ്ത് കിട്ടണം. സോ ആദ്യം ഞാൻ സ്ട്രിങ് വേരിയബിളിന് കമ്പ്യൂട്ടറിന് അസൈൻ ചെയ്തു. ദെൻ str.concat, കോൺകാറ്റ് എന്നുള്ളത് ഇൻബിൽറ്റ് മെത്തേഡ് ഫോർ കോൺകാറ്റിനേഷൻ. ഓക്കെ, സോ കോൺകാറ്റ് ഓഫ് സെക്കൻഡ് സ്ട്രിങ് കൊടുത്തു. ഇനി ഔട്ട്പുട്ടിൽ ഞാൻ str പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് വരേണ്ടത്? ഉദ്ദേശിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്, പക്ഷെ റിട്ടേൺ ചെയ്യുന്നത് കമ്പ്യൂട്ടർ എന്ന് മാത്രമായിരിക്കും. ഓക്കെ, എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവയിലുള്ള സ്ട്രിങ് ഒബ്ജക്ട്സ് എല്ലാം ഇമ്മ്യൂട്ടബിൾ ആണ്. അതായത് നമുക്ക് ഒരിക്കലും അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നോക്കുക, നമ്മുടെ ഹീപ്പ് മെമ്മറിക്കകത്ത് സ്ട്രിങ് കോൺസ്റ്റൻറ്റ് പൂളിനകത്ത് കമ്പ്യൂട്ടർ ആദ്യം നമ്മൾ str കമ്പ്യൂട്ടറിന് അസൈൻ ചെയ്തിട്ടുണ്ട്. സോ str ഈസ് പോയിൻറ്റിങ് ടു കമ്പ്യൂട്ടറിനായിരിക്കും പോയിന്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് എന്താ ചെയ്യുന്നത്? str.concat of സയൻസ് അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് വരേണ്ടത്. സോ സെക്കൻഡ് ഒബ്ജക്റ്റ് എന്താണ്? കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷേ സ്റ്റിൽ str ഈസ് പോയിൻറ്റിങ് ടു കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് കിട്ടണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോയിന്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ആ ഒബ്ജക്റ്റ് ഇപ്പോഴും പോയിന്റ് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടറിനെയാണ്. നമുക്ക് ആ സ്ട്രിങ് ഒബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ഒരു ഒബ്ജക്റ്റിനെ ആ പെർട്ടിക്കുലർ വാല്യൂവിലേക്ക് പോയിന്റ് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ കോഡിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് str.concat of സയൻസിന് എന്ത് കൊടുക്കണം? str ഈക്വൽ ടു എന്ന് പറഞ്ഞത് അത് അസൈൻ ചെയ്യണം. ആ ഒബ്ജക്റ്റിനെ അസൈൻ ചെയ്താൽ മാത്രമേ ആ ഒബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോയിന്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സ്റ്റിൽ str എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എവിടേക്കാണ് പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക? കമ്പ്യൂട്ടറിലേക്ക് ആയിരിക്കും. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആ ഒബ്ജക്റ്റിനെ കാണിക്കണം. ഓക്കെ, സോ str.concat of സയൻസ് എന്നുള്ളത് എങ്ങനെ മാറ്റി എഴുതണം? str ഈക്വൽ ടു. ഓക്കെ, ഇവിടെ str ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് str.concat of സയൻസ്, എന്നിട്ട് ഈ str പ്രിൻറ്റ് ചെയ്യിപ്പിക്കും. എന്ത് ഔട്ട്പുട്ട് കിട്ടും? കമ്പ്യൂട്ടർ സയൻസ് എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈ str നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസിനെയും കൂടി പോയിന്റ് ചെയ്തിട്ട് നമ്മൾ str പ്രിൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ടർ എന്നുള്ളത് ചേഞ്ച് ചെയ്യില്ല. ഒരു ന്യൂ ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് കമ്പ്യൂട്ടർ അതായത് ന്യൂ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ്. പക്ഷെ നമുക്ക് ആ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കോൺസ്റ്റൻറ്റിനെ, ആ വേരിയബിളിനെ നമുക്ക് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലേക്ക്, ആ വാല്യൂയിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കോൺകാറ്റിനേറ്റ് ചെയ്ത റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രിങ് ഒബ്ജക്ട്സ് ഇമ്മ്യൂട്ടബിൾ ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണത്. അപ്പോൾ ഇത്രയാണ് വാല്യൂ ഓഫ് മെത്തേഡ്. ഓക്കെ.